യെസ് ക്വസ്റ്റ്യൻ അംഗങ്ങളൊന്ന് സീറ്റ് അവിടെ ഇത് മാറ്. ക്രോസ് ചെയ്ത് നിൽക്കില്ല, അംഗങ്ങൾ ക്രോസ് ചെയ്ത് നിൽക്കില്ല പ്ലീസ്. അദ്ദേഹം ചോദിക്കട്ടെ. സാർ, സംസ്ഥാന ഗവൺമെന്റ് ഈ 125 ദിവസം എന്ന കാപട്യപൂർണമായ പ്രഖ്യാപനം വഴി എത്ര കോടി രൂപയാണ് മാറ്റിവെക്കേണ്ടി വരിക എന്ന് വ്യക്തമാക്കാമോ? യെസ് മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. ചോദ്യം കേട്ടില്ല. എത്ര കോടി രൂപ മാറ്റിവെക്കണം? യെസ് സാർ, ഇന്നത്തെ നിലയിൽ സംസ്ഥാന സർക്കാരിന് ഇപ്പോഴുള്ളതിനേക്കാൾ 3544 കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാകും എന്നാണ് കണക്കാക്കിയിട്ടുള്ളത് ഇന്നത്തെ നിലയിൽ നടപ്പാക്കണമെങ്കിൽ. യെസ് താങ്ക് യു. ശ്രീ ടി ജെ വിനോദ്, നോട്ട് ഇൻ ദ സീറ്റ്. സബ്മിഷൻ. ശ്രീ എൽദോസ് കുന്നപ്പള്ളി, നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ ചന്ദ്രശേഖരൻ, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. യെസ് പോയിന്റ്. ഞാനിവിടെ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്മിഷൻ നമ്മുടെ ആസ്തി വികസന ഫണ്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലത്തെ സ്കൂൾ ബസ്സുകൾക്ക് അനുവദിച്ചിട്ടുള്ള ഫണ്ട് യഥാസമയം ലഭിക്കാത്തത് സംബന്ധിച്ചാണ്. സാധാരണ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് 1-2 വർഷങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ കൊടുത്താൽ മതിയാവും. എന്നാൽ നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങൾക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ബസ്സുകൾ വാങ്ങാൻ കഴിയണമെങ്കിൽ അലോട്ട്മെൻറ്റ് നേരത്തെ തന്നെ ലഭിച്ചാൽ മാത്രമേ സാധ്യമാവൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ 23-24 സാമ്പത്തിക വർഷത്തെയും 24-25 സാമ്പത്തിക വർഷത്തെയും ഇപ്പോഴത്തെ ഈ പുതിയ സാമ്പത്തിക വർഷത്തെയും ഫണ്ട് ബസ്സുകൾ അനുവദിച്ചു കൊടുക്കുന്നത് എൻ്റെ നിയോജക മണ്ഡലത്തിൽ മാത്രം അനുവദിച്ച 20 ബസ്സുകളുടെ കാര്യത്തിൽ ഇപ്പോൾ 4 ബസ്സുകളുടെ മാത്രമേ അനുവദിക്കുന്നത്. അവശേഷിക്കുന്ന ബസ്സുകളുടെ കൂടി വരാൻ പോകുന്ന പുതിയ വിദ്യാഭ്യാസ വർഷത്തിന് മുമ്പായി ലഭ്യമാക്കാൻ ആവശ്യമായ വിധത്തിലുള്ള നടപടി ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാം. സാർ, അത് ഈ കാര്യം പരിശോധിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിന്റെ കൺസേൺ വളരെ ഗൗരവമായിട്ട് വീണ്ടും വിളിച്ച് സംസാരിക്കാം. അഡ്വാൻസ് ആയിട്ട് പണം കൊടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഒന്നുകൂടി ഇടപെടാം. ഇത് വിശദമായ മറുപടി രേഖപ്പെടുത്തും. ശ്രീ പി സി വിഷ്ണുനാഥ്, നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ അനൂപ് ജേക്കബ്, നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ കെ കെ രാമേന്ദ്രൻ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, വകുപ്പ് മന്ത്രി. സാർ, തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലെ 6 നിയോജക മണ്ഡലങ്ങളിൽ പെട്ട എൻ്റെ നിയോജക മണ്ഡലമായ പുതുക്കാട് നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള 22 ഗ്രാമപഞ്ചായത്തുകളിൽ എൻ്റെ നിയോജക മണ്ഡലത്തിലെ മറ്റത്തൂർ, പറപ്പൂക്കര ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്തുകളിലെ ജലസേചനത്തിനും കുടിവെള്ളത്തിനും വേണ്ടി ജനങ്ങൾ ആശ്രയിക്കുന്ന ഏക പദ്ധതിയായിട്ടുള്ള ചാലക്കുടി പുഴയുടെ നീരൊഴുക്ക് നിലനിർത്തിക്കൊണ്ട് നടത്തുന്ന റിവർ ഡൈവേർഷൻ പദ്ധതി ചാലക്കുടി പുഴയിലെ നീരൊഴുക്ക് നിയന്ത്രിക്കുന്നതാണ്. അവിടുത്തെ ജനറേഷൻ ക്രമീകരിച്ച് ആവശ്യമായ ജലം ചാലക്കുടി പുഴയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ജലനിരപ്പ് കുറഞ്ഞതിൻ്റെ ഭാഗമായി ഇടതുകര വലതുകര കനാലിലൂടെയുള്ള വെള്ളം കുറഞ്ഞിരിക്കുകയാണ്. ആ വെള്ളം എത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ ഈ സബ്മിഷനിലൂടെ ഉന്നയിക്കുകയാണ്. ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി, ആൻസർ ടേബിൾ ചെയ്താൽ മതി. ശ്രീ എൻ ഷംസുദ്ദീൻ, നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ യു എ ലത്തീഫ്, നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. സാർ, മാതാപിതാ ഗുരു ദൈവം എന്നത് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയെ ബന്ധപ്പെട്ട ഏറ്റവും വലിയൊരു ആപ്തവാക്യമാണ്. അതിൽ അധ്യാപകർ, പ്രത്യേകിച്ച് 2018 മുതൽ നിയമിതരായ എയ്ഡഡ് മേഖലയിലെ അധ്യാപകർ വളരെ വലിയ ഒരു പ്രതിസന്ധിയെ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സാർ. അതേപോലെ തന്നെ അതിൽ തന്നെ 2021 നവംബർ 8 ശേഷം നിയമിക്കപ്പെട്ട എയ്ഡഡ് മേഖലയിലെ എല്ലാ അധ്യാപകരും ദിവസവേതനക്കാരായി മാറിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് സാർ. ഭിന്നശേഷിക്കാരായ അധ്യാപകരെ 4% നിയമിക്കണമെന്നുള്ള കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി വളരെ അടിയന്തരമായി പരിഹരിക്കാത്തത് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലെ വലിയ ഒരു തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ് സാർ. അതായത് ഏകദേശം 17,000-ഓളം അധ്യാപകരാണ്
ഈ പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടുള്ളത്. അവർ വലിയ സമരമാർഗത്തിലാണ്. ഈ 31-ാം തീയതി തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് തന്നെ വലിയ മാർച്ച് നടത്തുന്ന ഒരു സ്ഥിതിയാണ്. ഈ 4% സംവരണം ത്തിനുള്ള ആവശ്യമായ ഭിന്നശേഷിക്കാരെ ലഭിക്കുന്നില്ല എന്നുള്ള പ്രതിസന്ധിയും മുന്നിൽ നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ റിട്ട് ഓഫ് നമ്പർ 14317/2025 വ്യക്തമായൊരു നിർദ്ദേശം ഗവൺമെന്റിന് നൽകിയിട്ടുണ്ട് സാർ. Absolutely no justification for the government to deny consequential benefits to similarly situated persons. അതായത് NSSന് ലഭിച്ച അതേ നിലയിലുള്ള അനുവാദം മറ്റ് എയ്ഡഡ് മേഖലയിലെ മാനേജ്മെന്റുകൾക്ക് നൽകണമെന്നുള്ളതാണ് ഈ ആവശ്യം. അത് വളരെ കേന്ദ്രമായി പരിഹരിക്കണമെന്നുള്ളതാണ് ഈ സബ്മിഷനിലൂടെ ഞാൻ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് സൂചിപ്പിക്കാനായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.